പ്യാരി ബച്ചോ ആദാബ്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ആണ് ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ വേഗം പോയി കാണാം, എന്നിട്ട് പാർട്ട് 2ലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് ചാപ്റ്റർ 1 തന്നെ 10ാമത്തെ പേജാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മളെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു കവിയാണ് ബിസ്മൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രശസ്തമായ അല്ലെങ്കിൽ പ്രസിദ്ധമാക്കപ്പെട്ട ഷേർ എന്ന് പറഞ്ഞാൽ 2 വരി കവിതയാണ്. ആ 2 വരി കവിത തന്നിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തിലേക്ക് പോകാം. ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻകുലാബ് സിന്ദാബാദ്. നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞൗര എന്ന് പറഞ്ഞാൽ എന്താ, മുദ്രാവാക്യം എന്നാണ്. ലഗാക്കർ എന്ന് പറഞ്ഞാൽ ഉയർത്തിയാണ് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട്. മുജെ സാരേ ദുനിയാമേ, മുജെ എന്ന് പറഞ്ഞാൽ എന്നെ, സാരേ ദുനിയ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും, ദുനിയാമെ മഷ്ഹൂർ കർദിയ എന്നെ പ്രശസ്തമാക്കി. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രശസ്തനാക്കി. പിന്നെ പറയാണ് ഫിലിമി ദുനിയാനെ, ഫിലിമി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ സിനിമകൾ അല്ലെങ്കിൽ ഫിലിംസ്. ഓക്കെ, ദുനിയാനെ ഫിലിമി ലോകത്ത് അല്ലെങ്കിൽ സിനിമാ ലോകത്ത്, മുജെ സീനെ സേ ലഗായ എന്നെ എന്ത് ചെയ്യുക, അവർ സ്വീകരിച്ചു. ഫിലിമി ഗീതം എന്ന് പറഞ്ഞാൽ സിനിമയിലെ പാട്ടുകളാണ്. ഓക്കെ, ഓർ മുക്കാലമോൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡയലോഗ്. നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഡയലോഗ്സിനെയാണ് മുക്കാലമോ എന്ന് പറയുന്നത്. മേരി ഷഹറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പ്രശസ്ത. ബഡായി എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ സിനിമാ ലോകത്ത് എന്താണ്, എൻ്റെ സിനിമയിലെ പാട്ടുകളും അതുപോലെ തന്നെ ഡയലോഗ്സൊക്കെ എന്ത് ചെയ്തു, എന്നെ പ്രശസ്തനാക്കി. ഓക്കെ, എൻ്റെ പ്രശസ്തയെ വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്താണ് സാഹിർ ലദയാനവി, ഷക്കീൽ ബദയാനവി, അതുപോലെ തന്നെ മജ്റൂഹ് സുൽത്താൻ പൂരി, ഹസ്രത്ത് ജയ്പൂരി, അതുപോലെ തന്നെ ഓർ ജാവേദ് അഖ്തർ. അവരൊക്കെ എന്താണ്, ഓരോ കവികളാണ്. അത് ലിഖി എന്ന് പറഞ്ഞാൽ അവർ എഴുതിയ കവിതകൾ. ഗീത് മുഹമ്മദ് റാഫി ഓർ ലതാ മങ്കേഷ്കർ. നമുക്കറിയാം മുഹമ്മദ് റാഫി അതുപോലെ തന്നെ ലതാ മങ്കേഷ്കർ, അവരൊക്കെ എന്ത് ചെയ്യാണ്, നല്ലൊരു പാട്ടുകാരാണ്. അപ്പോൾ ഇവർ എഴുതിയ എന്താണ് കവിതകൾ ഈ ലതാ മങ്കേഷ്കറും അതുപോലെ മുഹമ്മദ് റാഫിയും അങ്ങനെയുള്ള കലാകാരും, ജയ്സെ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കലാകാരും, കി ആവാസ് അവരുടെ ശബ്ദം, മേം ആ ശബ്ദത്തിൽ, ആജ് ബി ലോഗോം കെ, ആജ് ബി എന്ന് പറഞ്ഞാൽ ഇന്നും, ലോഗോം കെ കാനം ജനങ്ങളുടെ, കാനം എന്ന് പറഞ്ഞാൽ എന്താ, കാതുകൾ അല്ലെങ്കിൽ നമുക്കറിയാം ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ കാതുകളിൽ, മേം ഗോഞ്ചത്തേഹെ അലയടിക്കുന്നു അല്ലെങ്കിൽ പ്രതിധ്വനിക്കുന്നു എന്നൊക്കെ പറയാണ്. പ്രേംചന്ദ് കെ ഇഫ്സാന് ഓർ ഇംതിയാസ് അലി താജ് കി ഡ്രാമ, ഇംതിയാസ് അലി താജിൻ്റെ നാടകം. അദബ് എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ. മേര നാം ബുലന്ദ് കിയ, എൻ്റെ പേര് ബുലന്ദ് കിയ എന്ന് പറഞ്ഞാൽ സമ്പന്നമാക്കുക അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെയാണ് പറയാം. ആജ് മേം പറഞ്ഞാൽ ഇന്ന് ഞാൻ, കിസി ബി ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ, ജബാനോം സേ ഭാഷകൾ, ജബാൻ എന്ന് പറഞ്ഞാൽ ഭാഷകളോട്, മുഖാബല എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ, കർ സക്തേ ഹോം കർ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. അങ്ങനെ അതായത് ഏതെങ്കിലും ഒരു ഭാഷകളോട് മത്സരിക്കാൻ കഴിയും ഇന്ന് എനിക്ക് എന്ന് പറയാണ് ഉറുദു. അതിൻ്റെ അടുത്ത പാരഗ്രാഫിക്ക് പോവാണ്. അപ്പോൾ ആജ് കൽ എന്ന് പറഞ്ഞാൽ ഇന്ന്, മേരി ഗസലോ എൻ്റെ ഗസൽ, നമുക്കറിയാം ഉറുദുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗസലോ. അപ്പോൾ ആജ് കൽ ഇന്നും എൻ്റെ ഗസലുകൾ, ക ചർച്ച സാരി ഗസലിൻ്റെ ചർച്ച, സാരി ദുനിയാമേ ലോകത്ത് മുഴുവൻ അല്ലെങ്കിൽ ദുനിയാവിൽ മുഴുവൻ, മേം ഹെ അതുണ്ട്, അതായത് ഗസലുകളുടെ ചർച്ച ഇന്നും ലോകത്ത് സംഭവിക്കുന്നുണ്ട്, അതായത് നടത്തപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉലാം അലി, അതുപോലെ തന്നെ മഹദി ഹസൻ, ചക്ചഹത്ത് സിംഗ്, ഹരിഹരൻ, അതുപോലെ തന്നെ ഡോക്ടർ രാധിക ചോപ്ഡ, ഓയറ മേരി പ്യാരി ഗസലേം സുൻതേ രഹത്തെ, അവരൊക്കെ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ ഗസലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് പറയാണ് ദില്ലിക്ക് ഗലിയോം, ദില്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൽഹിയുടെ ഗലിയോം എന്ന് പറഞ്ഞാൽ തെരുവുകൾ എന്നാണ്. അപ്പോൾ ഡൽഹിയുടെ തെരുവുകളിൽ പൽ പടുക്കർ മേം ആജിയേക്ക്, അപ്പോൾ പൽ പടുക്കർ എന്ന് പറഞ്ഞാൽ വളർന്നിട്ട് എന്നാണ്. അപ്പോൾ വളർന്നിട്ട്, ആജിയേക്ക് ഇന്ന് ഞാൻ, ഏക്ക് ആലമി സുബാൻ എന്ന് പറഞ്ഞാൽ ആഗോള ഭാഷ എന്നാണ്. ആഗോള ഭാഷ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ട് മാറി. ബൻ ഗൈ എന്ന് പറഞ്ഞാൽ മാറി എന്നാണ്. അതുപോലെ അമേരിക്ക, ലണ്ടൻ, ഫ്രാൻസ്, ജപ്പാൻ ഓർ അറബ് മുമാലക്ക് രാജ്യങ്ങളിൽ, മേരെ എന്നെ, സുനിനെ ഓർ കേൾക്കാനും, ഓർ സംജിനെ പറഞ്ഞാൽ മനസ്സിലാക്കാനും, വാലെ മൗജൂദ് ഹെ
അങ്ങനെ കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും ലഭ്യമാണ്. മൗജൂദ് എന്ന് പറഞ്ഞാൽ ലഭ്യമാണ് എന്നാണ്. ഞാൻ 2 വരി ഉറുദുവിനെ പറ്റിയൊന്ന് തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പാഠം അത്രേ ഉള്ളൂ. പിന്നെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക. കാരണം അതിലുള്ള മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യനിൽ വരാനുള്ളത് ഉറുദുവിനെ പറ്റി എഴുതാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലുള്ള ഞാൻ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ തന്നെ പഠിച്ചാൽ തന്നെ ഉറുദുവിനെ പറ്റി എഴുതാം. പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അങ്ങനെ ഈ ചാപ്റ്ററിൽ ഉറുദുവിനെ പറ്റി എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഉണ്ടല്ലോ, അതിൽ മെയിൻ എന്നുള്ളത് ഉറുദു എന്നാക്കിയാൽ മതി.